മോഷണത്തിൽ പൊറുതിമുട്ടി വളപ്പിലകത്ത് ഹംസത്ത്. രണ്ടാഴ്ചക്കിടെ 3 തവണയാണ് ഹംസത്തിന്റെ പെട്ടിക്കടയിൽ മോഷണം നടന്നത്. രോഗിയായ തന്റെ ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുന്നവരെ പിടികൂടണമെന്നാണ് ഹംസത്തിന്റെ ആവശ്യം. ഹൃദ്രോഗിയും കാഴ്ചപരിമിതനുമായ ഹംസത്തിന്റെ പെട്ടിക്കടയിലാണ് തുടർച്ചയായ മോഷണങ്ങൾ നടക്കുന്നത്. പൊന്നാനി നിളയോര പാതയിൽ മറൈൻ മ്യൂസിയത്തിന് സമീപമാണ് ഹംസത്തിന്റെ ഉപജീവനമാർഗമായ പെട്ടിക്കടയുള്ളത്. 2 ആഴ്ച മുമ്പ് നടന്ന മോഷണത്തിൽ കടയിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം കടയിലെ മുഴുവൻ സാധനങ്ങളും മോഷ്ടാക്കൾ അപഹരിച്ചു. ഇന്നലെ ഇത് 11:30 മണിക്ക് അടച്ചതാണ്. ഇന്നൊരു 10:30-11 മണിക്കുള്ളിൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ കടൻ്റെ അകത്തൊരു പ്രകാശം കണ്ടപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി. ബാക്ക് ചെന്ന് നോക്കുമ്പോൾ ബാക്ക് കമ്പി കൊണ്ട് കുത്തി തുറന്നിരിക്കുന്നു. ഒരു നിവൃത്തിയില്ല എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പല സന്മനസ്സുകളുടെയും സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം ഞാൻ കൊണ്ടുനടക്കുന്നത്. 16-ാം തീയതി പോയി ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസുകാർ വന്നു, അന്വേഷിച്ചു. അവർ CCTV ദൃശ്യം വന്നിട്ടുണ്ട്, അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് നോക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവെടുപ്പിന് കൊണ്ടുവരാൻ അധികാരികൾ പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു ലെവലിലും ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതായിട്ട് കടം മേടിച്ച് സാധനങ്ങൾ നരിപ്പറമ്പ് MM സ്റ്റോറിൽ ഒരു 10,000 രൂപ ജാസ്തി കൊടുക്കാനാണ്. അതുപോലെ KKB നമ്മളെ വണ്ടിപ്പേട്ടയിൽ ആ പച്ചക്കറി കടയിൽ ഇങ്ങനെ പല സുഹൃത്തുക്കളെടുത്തുനിന്നും കുടുംബാദികളെടുത്തുനിന്നൊക്കെ കടം മേടിച്ചിട്ടാണ് ഇത് വീണ്ടും ഞാൻ റീഓപ്പൺ ചെയ്യും. നിവർത്തിയില്ല, എന്ത് ചെയ്യുന്നു. മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയും സഹായമായും ലഭിച്ച തുക ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിയെങ്കിലും തിങ്കളാഴ്ച രാത്രിയിൽ വീണ്ടും സാധനങ്ങളും 500 രൂപയും മോഷണം പോയി. രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് കടയുടെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഹംസത്ത് പോലീസിൽ പരാതി നൽകി. ഹൃദ്രോഗിയും കാഴ്ചപരിമിതനുമായ ഹംസത്തിന് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് കട വെച്ച് നൽകിയത്. തടികൊണ്ട് സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല, മുറിച്ചു കൊടുക്കുന്നതും കുറേ ഹെൽപ്പ് ചെയ്യുന്നതും അടക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അത് കാരണം കൊണ്ട് ഈ ചങ്ങായിൻ്റെ ഇങ്ങനെ 3 തവണ ഇങ്ങനെ ആയിട്ട് ഇതിനൊരു പരിഹാരം കാണണം. എന്തായാലും അയാൾക്ക് വളരെ കഷ്ടത്തിലുള്ള ജീവിതമാണ്. ഇവിടെയാണ് മോഷണം തുടർച്ചയായി നടന്നത്. ആഴ്ചകൾക്ക് മുമ്പ് പൊന്നാനി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മോഷണം നടന്നിരുന്നു. മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രോഗിയായ തന്റെ ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുന്നവരെ പിടികൂടണമെന്നാണ് ഹംസത്തിന്റെ ആവശ്യം. NCV ന്യൂസ് പൊന്നാനി. Calicut Notebook, fusion experience with a slice of Malabar. Forum Center Mall, Edapal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.